ഹായ് നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അയൽപക്കത്തുള്ളവരുടെ മരങ്ങൾ മുഖാന്തരം നമുക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ചില മരങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഉള്ളവർ ഈ അതിർത്തി ഭാഗത്ത് കൊണ്ട് മരങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ മരങ്ങളൊക്കെ വളർന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ശിഖരങ്ങളൊക്കെ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ പ്രോപ്പർട്ടിയിലോട്ടൊക്കെ വളർന്നു നിൽക്കും. ചിലപ്പം വീടിൻ്റെ മുകളിലോട്ട് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓടിട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടൊക്കെ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തെങ്ങായാലും എന്ത് മരങ്ങളായാലും, പ്ലാവായാലോ മാവായാലോ, ഇങ്ങനെ മറ്റുള്ളവരുടെ അയൽപ്പക്കത്തുള്ളവരുടെ വസ്തുവിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യമേ ഫ്രണ്ട്ലി ആയിട്ട് പോയി അവരോട് പറയണം, ഇതിൻ്റെ ആ ഒരു ശിഖരങ്ങളൊക്കെ ഒന്ന് കോതി വെക്കണം, അല്ലെങ്കിൽ ഇത് കണക്ക് ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ഇപ്പോൾ കിണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലയൊക്കെ വന്ന് കിണറ്റിൽ വീണ് കഴിഞ്ഞാലും ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ബിൽഡിങ്സിൽ ഈ ശിഖരങ്ങളൊക്കെ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇലയൊക്കെ വീണിട്ട് അവിടെ ഈ ചോർച്ച പോലുള്ള ബുദ്ധിമുട്ടുകളും ഡാമേജൊക്കെ ഉണ്ടാവും. അപ്പം ഈ നെയ്ബേഴ്സിനോട് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞവർ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ റെമഡീസ് വഴി നമുക്കതിന് പരിഹാരം തേടേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലീഗൽ റെമഡി എന്ന് പറയുന്നത്, നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238 പ്രകാരം നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 412 പ്രകാരം കോർപ്പറേഷൻ ഏരിയാസിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയും പരാതി കൊടുത്ത് നമുക്കതിന് റെമഡി ലഭിക്കും. അതുപോലെ തന്നെ ചില വൃക്ഷങ്ങളൊക്കെ ഡേഞ്ചറസ് രീതിയിൽ നിൽക്കും, ഒരു പബ്ലിക് ന്യൂസൻസ് രീതിയിൽ, പബ്ലിക്കിനൊക്കെ എന്തെങ്കിലും ആളപായോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു ഡേഞ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു ഡേഞ്ചറസ് രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആർ ഡി ഒ കോടതിയിൽ സെക്ഷൻ 133 CRPC പ്രകാരം ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ ഓർഡർ നമുക്കത് ലഭിക്കും, ആ മരം കട്ട് ആൻഡ് റിമൂവ് ചെയ്യാനായിട്ട്. പിന്നീട് ഓൾറെഡി എന്തെങ്കിലും ഒരു ഡാമേജ് നമുക്ക് സംഭവിച്ചു പോയി, മരം വന്ന് വീണ് നമ്മുടെ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു, ഓടിട്ട കെട്ടിടമാണെങ്കിൽ പൊളിഞ്ഞു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡാമേജ് ഇടിഞ്ഞു വീഴുകയോ മറ്റേത് തരത്തിലുണ്ടായാലും നമുക്കൊരു കോമ്പൻസേഷൻ സീക്ക് ചെയ്തുകൊണ്ട് സിവിൽ കോടതി മുമ്പാകെ സിവിൽ കേസ് കൊടുക്കാം.